നമസ്കാരം. മൂന്നാം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം കണ്ടവരൊക്കെ ആവേശത്തോടെ സതീശൻ വൈബിന് ജയ് വിളിക്കുന്നു. സതീശൻ പ്രതീക്ഷയുടെ ദിനങ്ങൾ സമ്മാനിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ശക്തമായ നടപടികൾ പ്രഖ്യാപിക്കുന്നു, ജനപ്രിയമായ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സതീശൻ മുമ്പോട്ട് പോകുമ്പോൾ ആളുകൾ കൗതുകത്തോടെ കാത്തിരുന്ന ഒന്നായിരുന്നു സതീശന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു സുതാര്യമായ രീതിയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം. അച്യുതമേനോൻ അത് ഭംഗിയായി നിറവേറ്റി. പിന്നീട് വന്ന മുഖ്യമന്ത്രിമാരെല്ലാം അത് മനോഹരമായി അവതരിപ്പിച്ചു. മന്ത്രിസഭാ യോഗം ചേരുന്നു. മുഖ്യമന്ത്രിയുടെ ചേംബറിലോ ഇപ്പോൾ പത്രസമ്മേളനത്തിന് പ്രത്യേക ഹാളുണ്ട്, അവിടേക്ക് മാധ്യമ പ്രവർത്തകർക്കെത്താം. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ ലോകം ആദ്യം അറിയുന്നത് മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ മാധ്യമ പ്രവർത്തകർക്ക് എന്തു ചോദ്യവും ചോദിക്കാം. അച്യുതമേനോൻ ഇത് മാതൃകാപരമായ ഒരു ജനാധിപത്യ നടപടിയായി ആരംഭിച്ചു. പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർ കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇ.കെ. നായനാരും വി.എസ്. അച്യുതാനന്ദനും ഒക്കെ അതേപടി തുടർന്നു. ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരുന്നു എന്ന് മാത്രം. ഏറ്റവും ഭംഗിയായി ഇത് കൈകാര്യം ചെയ്തത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഏതു ചോദ്യവും ആർക്കും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിലും എടുക്കാം. ഏത് പരിപാടിയും മാറ്റിവെച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളെക്കുറിച്ച് മാത്രമല്ല, അല്ലാത്ത ചോദ്യങ്ങളും ആവാം എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. ഉമ്മൻചാണ്ടി ഏതുത്തരം പറയുന്നതിന് മുൻപും അല്പം ഒന്ന് വെക്കും. കാരണം കൃത്യമായി മനസ്സിൽ ഉത്തരം പ്ലാൻ ചെയ്യുന്നതാണ്, വിക്കുള്ളത് കൊണ്ടല്ല. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം ചൂടായിട്ടില്ല, ബഹളം വെച്ചിട്ടില്ല, ഉത്തരം പറയാതെ രക്ഷപ്പെട്ടിട്ടില്ല. നയനാർക്കും കരുണാകരനും വേറെ ശൈലിയായിരുന്നു. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ണിറക്കി കാണിച്ച് ഉത്തരത്തിൽ നിന്നും രക്ഷപ്പെടുന്ന രീതി കരുണാകരനുണ്ടായിരുന്നു. നീ ഏത് കടലാസാണ് എന്ന് ചോദിച്ച് ഇ.കെ. നായനാരും മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുമായിരുന്നു. പക്ഷെ അവർ പക വീട്ടുമായിരുന്നില്ല. രസകരമായി തന്നെ അവർ പത്രസമ്മേളനം നടത്തി. വി.എസും ഉമ്മൻചാണ്ടിയും ഒക്കെ വളരെ സൂക്ഷിച്ച് കുറച്ചു മാത്രം പറഞ്ഞു. പക്ഷെ പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നതോടെ ആ ശൈലി അങ്ങ് അവസാനിപ്പിച്ചു. അതേക്കുറിച്ച് ചോദിക്കുന്നതിന് പിണറായി ചോദിച്ചിരുന്നത് മോദി മാധ്യമങ്ങളെ കാണാറുണ്ടോ എന്നാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ആരും തന്നെ, മോദി എന്നല്ല മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആരും തന്നെ ഇത്ര സുതാര്യമായി ജനാധിപത്യത്തെ കൈകാര്യം ചെയ്യാറില്ല. പക്ഷെ കേരളം അങ്ങനെ ആയിരുന്നില്ല. ആ ശീലമാണ് പിണറായി വിജയൻ ഇല്ലാതാക്കിയതും അദ്ദേഹം ജനാധിപത്യത്തെ വെല്ലുവിളിച്ചതും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് മാത്രമല്ല, എപ്പോഴാണോ തനിക്ക് മൈലേജ് കിട്ടുന്നത് അപ്പോഴൊക്കെ പിണറായി വിജയൻ വൈകുന്നേരം പത്രസമ്മേളനവുമായി രംഗത്തെത്തും. പ്രത്യേകിച്ച് കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തും രക്ഷക വേഷം കെട്ടാൻ വേണ്ടിയുള്ള പത്രസമ്മേളനമാണ്. ഏതാണ്ട് 55 മിനിറ്റിലധികം നീണ്ടു നിൽക്കും പിണറായി വിജയന്റെ പത്രസമ്മേളനം. PR ടീമിന്റെ തിരക്കഥയനുസരിച്ചാണ് ആ പത്രസമ്മേളനം. പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കുമൊക്കെ വെള്ളം കൊടുക്കുന്നത് വരെ പറഞ്ഞ് ജനപ്രിയനാകാൻ ശ്രമിക്കും. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ, അവർക്ക് മാത്രമേ ചോദിക്കാൻ പറ്റൂ. കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാധ്യമ പ്രവർത്തകർക്കും മറ്റ് ചാനലുകളിലെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർക്കും മാത്രമാണ് ചോദ്യം ചോദിക്കാൻ പറ്റുക. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരെ പരിഹസിച്ചിരുത്തും, സൈബർ ആക്രമണം നടത്തും. എന്ന് മാത്രമല്ല, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. അങ്ങനെ പത്രക്കാരെ മാത്രമല്ല, ജനത്തെ വെറുപ്പിച്ചായിരുന്നു പിണറായിയുടെ പത്രസമ്മേളനം. 10 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ വസന്തം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വി.ഡി. സതീശന്റെ ഇന്നലത്തെ പത്രസമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. പിണറായിയെ പോലെ ഏതാണ്ട് 1 മണിക്കൂറോളം ബ്രീഫിംഗ് ഇല്ല. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ 4-5 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കുന്നു. അതിനുശേഷം മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാം, ഏതു ചോദ്യവും ചോദിക്കാം, അസഹിഷ്ണുതയില്ല. എന്നാൽ പറയാൻ പാടില്ലാത്തതിന് ഉത്തരം പറയില്ല. ഇത്തരത്തിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറുന്ന രീതി കാണിച്ചെങ്കിലും ആരോടും അസഹിഷ്ണുത കാണിച്ചില്ല. പൊട്ടിച്ചിരിച്ചും കുത്തുവാക്ക് പറഞ്ഞും ചോദ്യം ചോദിച്ചവരെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെയായിരുന്നു പത്രസമ്മേളനം. രത്തൻ കേൽക്കരെ തന്റെ ഓഫീസ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ അധികാരമേറ്റതിനു ശേഷം കേൾക്കുന്ന ഏറ്റവും വലിയ തമാശയാണ് എന്ന് പറഞ്ഞ് അതിന് ഗൗരവം ഇല്ലാതാക്കുക മാത്രമല്ല, പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥനായിരുന്നു ഖേൽക്കർ എന്ന് വരെ സ്ഥാപിച്ച് മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാതാക്കി ഫിനിഷ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്.
ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണോ? ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൾക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. കിഴക്കമ്പലത്തെ കുടിയിറക്കനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ് പൂർണ്ണ ഉത്തരവാദിത്വം പഴയ സർക്കാരിൻ്റെ തലയിൽ വെച്ചു. തീർച്ചയായിട്ടും അത് നല്ല ചോദ്യം. അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അവിടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ആ സമരം കണ്ടിട്ട്. മുൻ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അവിടെ പോയി സമരം ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ സത്യപ്രതിജ്ഞേൻ്റെ അടുത്ത ദിവസമല്ലേ അല്ലേ? അത് 15ാമത്തെ പോക്കാണ് അവർ റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരെ ജപ്തിയല്ല, അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി, എവിക്ഷന് വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര സമരം, അവിടെ ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെൻറ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ, നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഗുരുവായൂരിൽ തൊഴാൻ പോയതുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചും കൃത്യമായി മറുപടി പറഞ്ഞു VD സതീശൻ. ഈ ഗുരുവായൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന, സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല, ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. ആ പത്രസമ്മേളനം ഇന്നലെ ലൈവ് ചെയ്തിരുന്നു VD സതീശൻ്റെ പേജിൽ. അതിൽ ആയിരക്കണക്കിന് ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഏതാണ്ട് 5000-ഓളം കമൻറ്റ് വന്നിരിക്കുന്നു. ഓരോ കമൻറ്റും VD സതീശൻ്റെ ഈ പത്രസമ്മേളനത്തെ സ്തുതിക്കുന്നതാണ്. ഓരോ ചോദ്യത്തിനും കൃത്യമായും വ്യക്തമായും മറുപടി നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ബേസിൽ നെല്ലും മറ്റും എഴുതി. തലച്ചോർ നന്നായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി സാജു അഗസ്റ്റിൻ. എത്ര കൃത്യം, എത്ര വ്യക്തം. പിണറായിയെപ്പോലെ തെറിയും പൂരപ്പാട്ടുമില്ലാതെ എല്ലാ ചോദ്യത്തിനും സ്പേസ് കൊടുത്തുകൊണ്ട് കൃത്യമായ മറുപടികൾ മനോജ് ജോൺ. ഈ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാം. എന്ത് കൃത്യമായ മറുപടി, കണ്ടു പഠിക്കണം. എന്ത് ചോദ്യത്തിനും ഉത്തരമുണ്ട് സാമീപ്പൻ. വിവരമുള്ള മുഖ്യമന്ത്രി വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്നുള്ളത് സത്യമെന്നാണ് അജയ് കടപ്ര പറഞ്ഞത്. വാക്കുകളിലുള്ള ക്ലാരിറ്റി ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പിൻബലം. നസീർ ഹസൻ. എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ നോക്കി വായിക്കുക CMA. അന്തം കമ്പികൾക്ക് ഒരു സമാധാനം കിട്ടട്ടെ. അൻവർ ആനപ്പട്ടത്ത്. ചോദ്യങ്ങളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിക്കുന്ന മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മുൻകൂട്ടി ചോദ്യങ്ങൾ കൊടുത്ത് ചോദിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു മക്കളെ. ഇത് സതീശൻ യുഗം, പുതുയുഗം, UDF യുഗം. വാലാസി മുജീബാണ്. ഇത്തരത്തിൽ മുഴുവൻ പേരും തന്നെ VD സതീശൻ്റെ പത്രസമ്മേളനത്തെ സ്തുതിച്ചുകൊണ്ടാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അസ്തമിച്ചുപോയ ആ സുവർണയുഗം തിരിച്ചു വന്നതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. BV പവനൻ എന്ന ദീർഘകാലമായി മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ എഴുതി. അങ്ങനെ ആ ബ്രീഫിംഗ് വീണ്ടും. ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വിസ്തരിച്ചുള്ള ബ്രീഫിംഗ് കണ്ടു.
വലിയ സന്തോഷവും ആശ്വാസവും തോന്നി. ഭയമില്ലാതെ തുരുതുര ചോദ്യങ്ങൾ ചോദിക്കുന്ന വാർത്താ ലേഖകർ, ചിരിച്ചുകൊണ്ട് എന്നാൽ കൃത്യമായി മറുപടി നൽകുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയം പറയേണ്ടടുത്ത് മൂർച്ചയോടെ രാഷ്ട്രീയം പറയുന്നു, മർമ്മം നോക്കിയുള്ള കുത്തും വരുന്നു, നേരത്തെ കൂട്ടി ഷട്ടം കെട്ടി പറഞ്ഞു വിടുന്ന പാർട്ടി പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് എഴുതി തയ്യാറാക്കിയ മറുപടി വായിക്കുന്ന നാടകമില്ല. ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മറ്റു ചോദ്യങ്ങളെ തട്ടിമാറ്റി മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകുന്നുമില്ല. ദേശീയ മാധ്യമങ്ങൾക്കായി മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ ആവർത്തിക്കാൻ മടിയില്ല. 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച. മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി വാർത്താലേഖകരെ കാണുകയും അവരുടെ വിചാരണയ്ക്ക് ഇരുന്നു കൊടുക്കുകയും ചെയ്യുന്ന പതിവ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സി അച്യുതമേനോന്റെ കാലത്ത് തുടങ്ങിയതാണ്. 10 വർഷം മുൻപ് പിണറായിയാണ് അത് നിർത്തലാക്കിയത്. പകരം തനിക്ക് ആവശ്യമുള്ളപ്പോൾ തനിക്ക് പറയാനുള്ളത് മാത്രം പറയുന്നതിന് പത്രക്കാരെ കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. മാധ്യമങ്ങൾ എന്നാൽ ജനങ്ങളുടെ കണ്ണും കാതുമാണ്. അവരെ അകറ്റുമ്പോൾ ജനങ്ങളുമായുള്ള ബന്ധമാണ് മുറിഞ്ഞു പോകുന്നത്. സതീശൻ അതാണ് വീണ്ടെടുത്തത്. നല്ല കാര്യം. 1980-ലാണ് ഞാൻ ആദ്യമായി മന്ത്രിസഭാ യോഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് ക്യാബിനറ്റ് ചേംബറിൽ കയറുന്നത്. EK നായനാരായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഇന്നത്തെ പോലെ പത്രസമ്മേളനത്തിന് പ്രത്യേക ഹാളില്ല. മന്ത്രിമാർ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതേ ഇരിപ്പിടങ്ങളിലേക്ക് എത്തുന്നത് പത്രക്കാരാണ്. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ബ്രീഫ് ചെയ്യും. അതിൽ മാറ്റമുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കും. നായനാർക്ക് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരിക്കുന്നതിനേക്കാൾ ഇഷ്ടം അത് കഴിഞ്ഞ് പത്രക്കാരുള്ള ഗുസ്തിയിലാണ്. ഇഷ്ടമില്ലാത്ത ചോദ്യം വന്നാൽ നായനാരുടെ സ്റ്റൈലൻ മറുചോദ്യം വരും. താൻ ഏത് കടലാസ? പേപ്പറിൻ്റെ മലയാളമാണല്ലോ കടലാസ്. മനോരമയാണെന്ന് പറഞ്ഞാൽ നായനാരുടെ ഒരു ചിരിയുണ്ട്. താൻ അങ്ങനെയേ ചോദിക്കൂ. ചിരിയും കളിയും തമാശയും ഗൗരവ വിഷയങ്ങളുമായി ആ പത്രസമ്മേളനം നീളും. അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു അത്. ലീഡർ K കരുണാകരനാകട്ടെ പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് കണ്ണിറുക്കിയുള്ള ഒരു ചിരിയാണ് മറുപടി. അല്ലെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ ഒരു മറുചോദ്യം. ലീഡറും പത്രക്കാരെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. AK ആന്റണിയുടെ നില വ്യത്യസ്തമാണ്. അളന്നു കുറിച്ചുള്ള മറുപടികൾ മാത്രം. അധികമായി ഒരു വാക്ക് പുറത്തു വരില്ല. എന്തും ചോദിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ ഇഷ്ടമുള്ളതിനെ മറുപടി പറയൂ. ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ മറുപടി പറയാതിരിക്കാൻ എനിക്കും അവകാശമുണ്ട് എന്നതാണ് നിലപാട്. VS ആകട്ടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ കൃത്യമായി എഴുതി വായിക്കും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് മുണ്ടൊന്ന് കുടഞ്ഞെടുത്ത് നടന്നു നീങ്ങാൻ തുടങ്ങുന്നതാണ് കൃത്യസമയം. വാർത്താലേഖകർ അളന്നുകുറിച്ച് ഒരു ചോദ്യം അറിയും. മുണ്ടിന്റെ കോന്തല ഒരു കൈകൊണ്ട് പിടിച്ച് VSന്റെ പരിഹാസത്തിൽ പൊതിഞ്ഞ ഒരു മറുപടി ഇതാ വരുന്നു. രാഷ്ട്രീയ രംഗത്ത് അത് കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. VS പതിവായി അത് നിന്നു പറയുന്ന സ്പോട്ടിന് പത്രക്കാർ പിന്നീട് പേരുമിട്ടു വിവാദമൂല. ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയേണ്ടതേയില്ല. ആർക്കും എത്ര പ്രാവശ്യം ചോദിക്കാം. ഒരു അലോക്യവുമില്ല. ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ ഈ എക്സസൈസാണ് പിണറായി വിജയൻ മൂടിയത്. അതിൻ്റെ ഫലം എന്തായിരുന്നത് ആ പാർട്ടി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. സതീശൻ വീണ്ടും അത് ആരംഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഉമ്മൻചാണ്ടി പ്രസ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കോ ബുധനാഴ്ച ദിവസങ്ങളിലെ മന്ത്രിസഭാ ബ്രീഫിങ്ങിനെ കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ വിശദമായി തന്നെ എഴുതിയത് വായിക്കേണ്ടത് തന്നെയാണ്.